പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ചമ്മലപ്പടിയിലുള്ള ജമോപ്പൈ ഇലക്ട്രിക് സ്കൂട്ടറാണിത്. കത്തി നശിച്ചു. ഇന്ന് വൈകുന്നേരം 3:30 സംഭവം. ഇരിങ്ങൽ തൊടുക സഫീറിൻ്റെ ബൈക്കാണ് കത്തി നശിച്ചത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് യൂണിക്കോൻ്റെ ബൈക്കും നിർത്തിയിരുന്നു. അതിമക്ക് തീ പടർന്ന് അതിൻ്റെ സീറ്റും അതുപോലെ തന്നെ വൈസറൊക്കെ കത്തി നശിച്ചു. വാഹനം പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ഡാർപ്പായ ഷീറ്റിൻ്റെ അടിയിലായതുകൊണ്ട് ഷീറ്റും അതുപോലെ തന്നെ അയൽമേൽ തോരട്ടിരുന്ന പുതപ്പിലും തീ പടർന്നു പിടിച്ചു. വീടിന് അകത്തു നിന്നും സഫീർ വന്നിട്ടാണ് വെള്ളം പൈപ്പിൽ നിന്നും എടുത്തിട്ടാണ് തീ അണച്ചത്. അതുപോലെ തന്നെ അയൽവാസിയായ സഹോദരിമാരും സ്ത്രീകൾ തീ അണക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്തായാലും വലിയ അപകടങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. വാഹനം ഒരു ചെറിയ ശബ്ദത്തോടു കൂടി പൊട്ടുന്ന ശബ്ദമാണ് കേട്ടത്. എന്തായാലും സഫീറും കുട്ടികളൊക്കെ എപ്പോഴും പുറത്തുണ്ടാകുന്ന സമയത്താണ് ഈ ഒരു അപകടം എന്ന് വെച്ചാൽ എന്തായാലും ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 3 വർഷം മുമ്പാണ് ഈ ഒരു സ്കൂട്ടർ വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ എന്താ പറ്റിയത് എന്നുള്ളത് സഫീർ തന്നെ പറയട്ടെ. ചോദിച്ചപ്പോൾ ഒരു 3-3:30 ആയിരിക്കും. 3:30 ഇങ്ങോട്ടുണ്ടായിരുന്നു. അതോ 3 മണിക്ക് കുട്ടീനെ അംഗനവാടിയിൽ നിന്ന് കൊടുക്കാണ്ട് അകത്ത് കയറി ഇട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ അപ്പോൾ എന്താ സൗണ്ട് കേൾക്കുക? എന്താ സംഭവിച്ചത്? സൗണ്ട് ഗ്യാസ് ലീക്കാണ്. മൈക്കിൽ സൗണ്ട് കേട്ടു. ഞാൻ വണ്ടി പോയി ഗ്യാസ് ഓഫ് ആക്കി. അതിൽ പിന്നെ പുറത്തേക്ക് ഒച്ച നിൽക്കാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ വണ്ടി വീടിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് പുക വരിക ചെയ്തു. അതിൽ ഞാൻ അടുക്കള ഭാഗത്ത് കൂടി ഇറങ്ങി വന്നുകൊണ്ട് കുട്ടി ഉണ്ടായിരുന്നു കയ്യിൽ. കുട്ടി ഞാനും മാത്രമേ ഉണ്ടായിരുന്നു. കുട്ടീനെ അവിടെ വെച്ചാണ്ട് മോട്ടോർ ഓൺ ആക്കിയതിന് വെള്ളം വരുന്നില്ല, മോട്ടോർ കൂടി വരുന്നില്ല. അതിൽ ഞാൻ പൈപ്പ് നിർത്താണ്ട് മറ്റേ വണ്ടിമക്ക് ഈ 2 വണ്ടി ഒരിടത്തന്നെ വന്നിന്. 2 അടുത്തടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിമൊന്ന് തീ നമുക്ക് പടർന്നു. ആദ്യം അത് കെടുത്തി കെടുത്തിയാണ്ട് പിന്നെ അതിമൊപ്പം കെടുത്തി വെള്ളം പറഞ്ഞു. ഒരുപാട് നേരം നനച്ചിട്ട് ഈ കെട്ടത്. ഇത് വണ്ടി ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ട്? 3 വർഷം. ഏതാ കമ്പനി? ഏതാ? ജമോപ്പായി. ഈ ഷീറ്റൊക്കെ ഇപ്പോൾ എങ്ങനെ കത്തിയതാ? ഷീറ്റും പുതപ്പും കത്തില്ലേ? പിന്നെ സിറ്റൗട്ടിൻ്റെ മുന്നൊക്കെ പോയി. ആ ചുമരൊക്കെ പോയില്ലേ? നിങ്ങളെ പേരെന്താ? സഫീർ. വിൽപ്പം എന്താ പറയുക? ഇരിങ്ങൽത്തൊടിയില്ലേ? ഓക്കെ. എന്തായാലും സഫീർ പറയുന്ന വാക്കുകൾ കണ്ടില്ല നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ രാവിലെ പത്രം ഇടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്ന വാഹനമാണ്. അയാളെ ജോലി വാഹനമാണ്. അതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു സ്കൂട്ടർ. എന്തായാലും അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ കഴിച്ചിലായി.